ഷിരൂരിലെ രക്ഷാദൗത്യം അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അത് 10ാം ദിവസത്തിലും ലക്ഷ്യം കാണുന്നില്ല. എങ്കിലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തുവന്ന ദിവസമാണിത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ തുടർന്നുള്ള തിരച്ചിൽ ഉണ്ടാകും. വെല്ലുവിളികളെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ് ദൗത്യസംഘം ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത്. അതിന് പ്രധാനമാണ് ഇപ്പോൾ ചേരുന്ന യോഗം. അതിലാണ് ഇന്നത്തെ സാഹചര്യം വിലയിരുത്തുന്നത്. അതുപോലെ നാളെ എന്തെങ്കിലും ഏത് തരത്തിലുള്ള ഒരു ആക്ഷൻ ആയിരിക്കണം ഉണ്ടാവേണ്ടത് നാവികസേനയുടെ ഭാഗത്ത് നിന്ന് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാവുക. ഇപ്പോൾ അരുൺ പാറയ്ക്കൽ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ പാറയ്ക്കൽ, ഇപ്പോഴും ദൗത്യസംഘം അതേ സന്നാഹങ്ങളോടെ അവിടെ തുടരുന്ന നിലയുണ്ടോ? രാത്രിയിലും ഡ്രോൺ പരിശോധന തുടരുക എന്നുള്ളൊരു തീരുമാനമുണ്ടായിരുന്നു. പക്ഷേ കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുമ്പോൾ അതെങ്ങനെ സാധ്യമാകും എന്നുള്ളൊരു ചോദ്യവും അവിടെ ബാക്കിയായി നിൽക്കുന്നുണ്ടല്ലോ. അരുൺ പാറയ്ക്കൽ. പരിശോധന ഇതുവരെയും ഈ നാവികസേനയും അതുപോലെ തന്നെ ആർമിയും ഒക്കെ അവർ തെരച്ചിൽ നടത്തിയിരുന്ന ബോട്ട് കരയിലേക്ക് ശരി, ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് അരുൺ പാറയ്ക്കലിലേക്ക് എത്തുന്നതിന്. കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ ട്രക്കിൻ്റെ ക്യാബിൻ കണ്ടെത്തുക, ആ സ്പോട്ട് 3യിൽ നിന്ന് ഏറ്റവും ശക്തമായ സിഗ്നൽ ലഭിച്ചിരിക്കുന്ന സ്പോട്ട് 3യിൽ നിന്ന് ആ ട്രക്കുണ്ടെങ്കിൽ ആ ട്രക്കിൻ്റെ ക്യാബിനാണ് എന്ന് വിലയിരുത്തുന്ന നിലയ്ക്ക് അവിടേക്ക് എത്തുക എന്നുള്ളതാണ് ദൗത്യസംഘത്തിൻ്റെ നീക്കം. അതിനുവേണ്ട നടപടികൾ ഇനി എങ്ങനെ വേണം എന്നുള്ള കാര്യം ആലോചിക്കുകയാണ് ദൗത്യസംഘം. ഇന്നത്തെ തെരച്ചിൽ ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നുണ്ട്. പ്രതികൂലമായ കാലാവസ്ഥ ഇന്നത്തെ പകലിൽ വലിയ വെല്ലുവിളി ദൗത്യസംഘത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷം നാളെ ഏത് തരത്തിലായിരിക്കും അതിൻ്റെ ആക്ഷൻ പ്ലാൻ വേണ്ടത് എന്നുള്ള കാര്യത്തിലാണ് പരിശോധന നടക്കാൻ പോകുന്നത്. ഡ്രോൺ പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണ്. നിലവിലെ സ്പോട്ടുകളിൽ നിന്നൊന്നും തന്നെ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ പരിശോധിച്ച ഇടങ്ങളിൽ നിന്നൊന്നും കഴിഞ്ഞിട്ടില്ല. അതിന് സാധ്യമാകുന്ന തരത്തിലുള്ള പരിശോധന, അതിൻ്റെ ഭാഗമായി ഡ്രോൺ പരിശോധന രാത്രിയിലും നടക്കും എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അത് രാത്രിയിലും നടക്കട്ടെ. പക്ഷേ അപ്പോഴും വെല്ലുവിളിയായി കാലാവസ്ഥ, അതിശക്തമായ മഴ ഇപ്പോഴും അവിടെ തുടരുന്ന നിലയുണ്ട്. അത് പ്രതിസന്ധി ഉണ്ടാക്കുമോ എന്നുള്ള കാര്യം വരും മണിക്കൂറിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. നാവികസേനയ്ക്ക് മുമ്പിൽ വെല്ലുവിളികൾ ഏറെയുണ്ട്. ലോറിയിൽ ഹുക്ക് ധരിപ്പിച്ച് ആ ലോറി പുറത്തേക്ക് കയറ്റുക എന്നുള്ളത് ശ്രമകരമായ ദൗത്യം തന്നെയാണ്. ഏറ്റവും പ്രധാനം അവിടേക്ക് എത്താൻ കഴിയുക എന്നുള്ളതാണ്. ഇന്നത്തെ സാഹചര്യം പ്രേക്ഷകർക്കറിയാം. പ്രതികൂലമായ കാലാവസ്ഥ കാരണം നാവികസേനയ്ക്ക് കാര്യമായ രീതിയിൽ പുഴയിലിറങ്ങി തിരച്ചിൽ നടത്താൻ കഴിയാത്ത നിലയുണ്ടായിരുന്നു. നാളെ അതെങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. എന്തായാലും 11ാം ദിവസത്തിലേക്ക് ആ തിരച്ചിൽ കടക്കുമ്പോൾ പ്രതീക്ഷ കൈവിടാതെ എല്ലാവരും കാത്തിരിക്കുകയാണ്. കർണാടക ഷിരൂരിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുൻ്റെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം. കുടുംബം നടത്തിയ വാർത്താ സമ്മേളനത്തിലെ ചില ഭാഗങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചാണ് ചിലർ അധിക്ഷേപം നടത്തുന്നത്. വ്യാജ പ്രചാരണത്തിനെതിരെ കുടുംബവും ഡിവൈഎഫ്ഐയും പരാതി നൽകി. കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ്റെ ലോറിയിൽ നിന്ന് കെട്ടഴിഞ്ഞു പോയ തടിക്കഷ്ണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപകട സ്ഥലത്ത് നിന്ന് 12 കിലോമീറ്റർ അകലെയാണ് 4 തടിക്കഷ്ണങ്ങൾ കണ്ടെത്തിയത്. ഗംഗാവലിപ്പുഴയോർത്ത് ഒരു വീടിന് മുന്നിൽ കൂട്ടിയിട്ട നിലയിലാണ് PA1 എന്നടയാളപ്പെടുത്തിയ 4 തടിക്കഷ്ണങ്ങൾ കണ്ടെത്തിയത്. നാട്ടുകാർക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് ലോറി ഉടമ മനാഫിനെ വിവരമറിയിച്ചു. പിന്നാലെ മനാഫിന്റെ സഹോദരൻ മുബീൻ സ്ഥലത്തെത്തി തടികൾ അർജുൻ ഓടിച്ച ലോറിയിലേത് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. ഇന്നലെ വൈകുന്നേരമാണ് കണ്ടെത്തിയത് പറഞ്ഞാൽ ഇവർ പറഞ്ഞൊരു സംശയമുണ്ട്, ഇങ്ങനെ മരമാണോ എന്നുള്ളത്. അതിലൊരു P1 എന്നുള്ള മാർക്കിങ് ഞങ്ങൾ ഉണ്ട്. അപ്പോൾ അത് ഇനിയിപ്പോൾ പോലീസ് അധികാരികളെ അറിയിക്കാൻ വേണ്ടി വന്നതിന്, അപ്പോൾ അത് ഞങ്ങളിപ്പോൾ അറിയിക്കും. ലോറി കാണാതായി 9 ദിവസത്തിനു ശേഷം ഇന്നലെ വൈകിട്ടാണ് പുഴയിൽ ഒഴുകിപ്പോയി എന്ന് കരുതുന്ന തടികൾ കണ്ടെത്തിയത്. ലോറി ഉടമ മനാഫ് വിവരമറിയിച്ചതിനെ തുടർന്ന് ഷിരൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. 24 ഷിരൂർ.